ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെ, ദോശയുടെ, പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടിട്ട് കിടന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് വേണ്ടത്, ഞാനൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ 2 പീസ് അളവിൽ കറുവാപ്പട്ടയും 2 ഏലയ്ക്ക 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഗ്രാമ്പും ഏലക്കയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് 2 സവാള. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള സവാളയിൽ 2 വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 സവാള മതിയാവും കേട്ടോ. ഈ സവാളയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവാളയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടട്ടെ. ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അതായത് ഇങ്ങനെ അധികം മസാലകളൊന്നും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന മുട്ടക്കറിയിൽ നിന്ന് നമുക്കിത് എന്തിൻ്റെ കൂടെയും വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തി, ദോശ, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇപ്പോൾ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. പച്ചമുളക് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ എരിവിനായിട്ട്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കളറ് മാറി ഒന്ന് വഴണ്ടി കിട്ടിക്കോളും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. കൂടെ തന്നെ ഒരു തക്കാളിയുടെ പകുതി മാത്രം എടുത്തിട്ടുണ്ട്. അതും കൂടി തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. തക്കാളി എല്ലാം വെന്തുടണം എന്നുള്ള ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കൂടെ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. ഇനി നമ്മുടെ കറിക്കും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി, ഒരു 3 പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ടാണ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നത്. തീരെ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. മസാല ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒട്ടും തന്നെ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ എരിവിന് എത്രത്തോളം പച്ചമുളക് വേണമോ അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഈ ഒരു 3 പച്ചമുളക് ഒരു നോർമൽ എരിവ് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. അതായത് നല്ല എരിവ് ഉണ്ടാവില്ല. നല്ല എരിവുള്ള കറിയാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് കൂടി ഇടാം. അതില്ല, കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് നമുക്ക് ഇതിന് കുറയ്ക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് ഇനി ഇപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താണ്. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ആ വെള്ളം മാറ്റി വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മാത്രം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലേക്കിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് കുതിർത്തതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ കിട്ടുള്ളൂ. അതല്ലാതെ ഡ്രൈ ആയിട്ടുള്ള അണ്ടിപ്പരിപ്പിട്ട് നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ അരച്ചെടുത്ത നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് കൂടി നമുക്ക് കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർക്കാം.
ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ അണ്ടിപ്പരിപ്പിൻ്റെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കറി നല്ല തിക്കായിട്ട് വരും കേട്ടോ. നല്ലതുപോലെ കട്ടിയായിട്ട് കുറുകിയ ഒരു ഗ്രേവി ആയിരിക്കും പിന്നീട് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഇതുപോലെ വേവിച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നന്നായിട്ടൊന്ന് മസാല പിടിച്ച് കിട്ടാനാണ് കേട്ടോ നമ്മളിതൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. മുട്ട എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്നും ഒന്ന് ലോക്കും ഇടയിലായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി ഒരു അല്പം വറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ മസാലകളെല്ലാം ഈ മുട്ടയ്ക്കുള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. എന്നാൽ ശരി, ഒരു അല്പസമയം നമുക്കൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഞാൻ ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഈ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ, നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ നമ്മുടെ ഈ മുട്ടക്കറിക്ക് കിട്ടുന്നത്. കൂടുതലായിട്ട് ഇനി വറ്റിക്കണം എന്ന ആവശ്യമില്ല. എന്നാലും നല്ല റോസ്റ്റ് പോലെ വേണമെന്നുള്ളവർക്ക് ആ ഒരു രീതിക്ക് വറ്റിക്കാം. പക്ഷേ അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഇത്രയും കട്ടിയോട് കൂടി തന്നെ ഈ കറി തയ്യാറാക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു അല്പം ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയിലേക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണെന്ന്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് അറിയിച്ചിരിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.